പ്രിയപ്പെട്ടവരെ, this time Sandhya Ramesh on the stage, AVT Premium Vanitha Ratnam Talent Round. Please welcome her. Good evening, Sandhya. Good evening. Good evening. എനിക്കൊരു ചെറിയ സംശയം, സന്ധ്യ തന്നെയാണോ ഇത്? സന്ധ്യ തന്നെയാണ്. കുറച്ച് മുൻപൊന്നും സ്റ്റേജിൽ കണ്ട സന്ധ്യയില്ല, ടോട്ടൽ ഫേസ് ഒക്കെ വേറെ. ഞാൻ സന്ധ്യയുടെ അമ്മയോ സിസ്റ്ററോ അനിയത്തോ മറ്റാണെന്ന് ഉറപ്പാണ്. ഞാൻ തന്നെയാണ്. എങ്ങനെയാണ് ഇങ്ങനെ പെട്ടെന്നൊരു മാറ്റം സാധ്യമായത്? അതിപ്പോൾ ഞാൻ ചെയ്യാൻ പോകുന്ന ക്യാരക്ടറിനെ ബേസ് ചെയ്തിട്ടാണ് ഈ ഒരു ലുക്ക് വരുന്നത്. അതായത് പ്രശസ്ത കവയിത്രി സുഗതകുമാരിയുടെ ഒരു കൊല്ലേണ്ടത് എങ്ങനെ എന്ന കവിതയെ ആസ്പദമാക്കിയിട്ടുള്ള ഒരു ചെറിയ ദൃശ്യാവിഷ്കരണമാണ് ഞാൻ ഇവിടെ ചെയ്യാൻ പോകുന്നത്. എന്തായാലും എനിക്ക് തോന്നുന്നു ആദ്യം വന്ന ആ പ്രസൻറ്റേഷനിൽ വരുമ്പോൾ തന്നെ കവിതയ്ക്ക് വേണ്ടിയിട്ട് വന്നപ്പോഴേ വേറൊരു ഒരു 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 ആളായിട്ട് തോന്നുമ്പോഴത്തേക്കും തീർച്ചയായിട്ടും വളരെ മനോഹരമായ ഒരു പ്രസൻറ്റേഷൻ ആയിരിക്കും സന്ധ്യയിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത്. എല്ലാവിധ ആശംസകളും. അതിനു മുമ്പ് ഞാൻ എൻ്റെ ക്യാരക്ടറിനെ കുറിച്ച് ഞാൻ രണ്ടുപേരും പറഞ്ഞോട്ടെ. അതായത് പ്രായത്തിനൊത്ത് മനസ്സ് വളരാത്ത, അമ്മയെന്ന് വിളിക്കാൻ പോലും പ്രാപ്തിയില്ലാത്ത, ബുദ്ധി വളരാത്ത സ്വന്തം മകളെ എങ്ങനെ കൊല്ലണമെന്ന് ഈ അമ്മ ഒരു നിമിഷം ആലോചിച്ചു പോകുന്നു. അതെ, ഈ കൈകൾ കൊണ്ട് കഴുത്ത് വിരിച്ച് ഒരൊറ്റ ശ്വാസം പോലും പുറത്തു വിടാൻ അനുവദിക്കാതെ വളരെ ക്രൂരമായി ഞാൻ അവളെ കൊല്ലും. അവളുടെ കാലുകൾ തറയിൽ കിടന്നടിച്ച് ശബ്ദമുണ്ടാക്കിക്കൊള്ളട്ടെ. അവളുടെ കണ്ണുകൾ തുറിച്ച് തുറിച്ച് വന്നുകൊള്ളട്ടെ. എന്തു വന്നാലും ഞാൻ പിന്തിരിയില്ല. അവൾ മരിക്കണം. അവൾ മരിക്കുക തന്നെ വേണം. ഞാൻ മരിക്കും മുമ്പ് പക്ഷേ പ്രാണന് വേണ്ടി പിടയുമ്പോൾ അവൾ അവസാനമായി ആദ്യമായി അമ്മേന്ന് വിളിച്ചാൽ എനിക്ക് വയ്യ. ഞാൻ എങ്ങനെ കൊല്ലും? എനിക്ക് വയ്യ. എന്റെ കൈ കാലുകൾ തളരുന്നു. കണ്ടില്ലേ, കരച്ചിൽ പോലും അവൾക്ക് ചിരിയാണ്. എൻ്റെ കണ്ണൊന്ന് തെറ്റിയാണ് അവൾ പുറത്തേക്ക് ഇറങ്ങി ഓടിപ്പോവും. ആരുടെയെങ്കിലും ചീത്ത കെട്ടിട്ടേ മടങ്ങി വരും. നിന്റെ മോളാ പൊട്ടിയാണ് എന്താടി? ഇവിടെ നിപ്പണ്ടായിരുന്നു. ഈ പൊട്ടി എന്താ കാണിച്ചതെന്നറിയോ? എൻ്റെ പേരക്കുട്ടി ഐസ്ക്രീം തിന്നുകൊണ്ടിരിക്കുമ്പോഴേ ഈ അസത്ത് വന്ന് തട്ടിക്കളഞ്ഞു. ബുദ്ധിക്ക് സ്ഥിരതയില്ലാത്ത കേട്ടിട്ട് വളരണം, അല്ലാണ്ട് അഴിച്ച് വീടല്ല വേണ്ടത്. എൻ്റെ സ്വഭാവം എനിക്കറിയില്ല. ഇനി ഇതെങ്ങാനും ആവർത്തിച്ചോ തൊളനി മുളി ഞാൻ വച്ചേക്കില്ല. എന്നെ നിനക്ക് ശരിക്കും അറിയാൻ പാടില്ല. ഓരോ നിങ്ങളെ അഴിച്ച് വിടും. മോളെ സുഖമില്ല എന്ന് പറഞ്ഞിട്ട് എന്താ കാര്യം? ഒരു നികൃഷ്ട ജീവിയെ പോലെയല്ലേ മറ്റുള്ളവർ ഇവിടെ കാണുന്നത്. എനിക്കെന്തെങ്കിലും സംഭവിച്ചാൽ എൻ്റെ മോളുടെ ഗതി
റോഡിലേക്ക് ഇറങ്ങിയ സമൂഹം ഇവിടെ കൂക്കി വിളിക്കും. ഇവളുടെ മാംസത്തിന് വില പറയില്ലെന്ന് ആര് കണ്ടു? നായ്ക്കൾക്കൊപ്പം ഇവൾ അലയും. ചവറുകൂനുകൾക്ക് മുകളിൽ ഇവൾ ഉറങ്ങും. ഒരിറ്റ് ഭക്ഷണത്തിനായി അവൾ ആർത്തിയോടുകൂടി നോക്കും. അപ്പോൾ ആരുണ്ട് ഇവൾക്ക് തുണ? എനിക്ക് വയ്യ. അതുകൊണ്ട് ഞാൻ തീരുമാനിച്ചു, ഇവൾ മരിക്കണം. ഇവൾ മരിക്കുക തന്നെ വേണം. ഈ കൈകൾ കൊണ്ട് ഞാൻ ഇവളെ കൊല്ലും. എനിക്ക് വയ്യ ഇവളെ കൊല്ല. ഞാൻ എങ്ങനെ കൊല്ലും? എനിക്ക് വയ്യ. ചിരിക്കുന്ന മുഖത്ത് നോക്കി ഞാൻ എങ്ങനെ കൊല്ലും? എനിക്ക് വയ്യ. സന്ധ്യ, ആർ യു ഓക്കേ? കഥാപാത്രത്തിൽ നിന്നും അല്ലെ കഥാപാത്രങ്ങളിൽ നിന്നും ഇറങ്ങി വന്നോ? സന്ധ്യയോ? വളരെ നന്നായിരുന്നു, ഒത്തിരി ഇഷ്ടപ്പെട്ടു. എനിക്കൊന്ന് അതിൻ്റെ ഒരു സെലക്ഷൻ, പ്രസൻറ്റേഷൻ്റെ സെലക്ഷനാണ് അതിന് ഏറ്റവും മനോഹരമായി തോന്നുന്നൊരു കാര്യം. പിന്നെ ഓരോ കഥാപാത്രമായിട്ടുള്ള ഒരു മാറ്റം, അതും എനിക്കൊത്തിരി ഇഷ്ടപ്പെട്ടു. എന്നെക്കാട്ടിലും യോഗ്യൻ അവിടെയുണ്ട് അഭിപ്രായം പറയാൻ. മുരളിച്ചേട്ടാ, what is about her performance? Yes, wonderful. നല്ല പെർഫോമൻസ് ആയിരുന്നു. Please give her a big hand. ചില സ്ഥലത്ത് ഞാൻ പറയുന്നത് വളരെ വലിയ വലിയ ആർട്ടിസ്റ്റുകൾ പെർഫോം ചെയ്യുന്ന ഒരു തരത്തിലാണ് ഞാൻ ഇത് ചെയ്യുന്നത്. അതുകൊണ്ടത് ഞാൻ പറയുന്നത് കേട്ടാൽ മതി. അത് ചില സ്ഥലത്ത് മാത്രം നമുക്ക് അതിൻ്റെ ഒരു ഓവർ ഡ്രാമാറ്റൈസേഷൻ ഒന്ന് പിടിച്ചു വെച്ചിരുന്നെങ്കിൽ ഇറ്റ് വുഡ് ഹാവ് ബീൻ മച്ച് മോർ. ഇത്രയും ഇപ്പോൾ കണ്ടതിലും അധികമാകുമായിരുന്നു. ബട്ട് അതുകൊണ്ട് ഞാൻ ഒരു അര ശതമാനം പോലും ഞാനൊന്നും കുറയ്ക്കുന്നില്ല പെർഫോമൻസ്. ഇറ്റ് വാസ് ബ്രില്യൻറ്റ്. മറ്റുള്ളവരിൽ നിന്നും കുറച്ച് വ്യത്യസ്തമായി ഈ ഒരു കഥാപാത്രത്തിന്, അതായത് ഇതിൻ്റെ സെൻട്രൽ ക്യാരക്ടർ എന്ന് പറയുന്നത് മദറാണ്, അമ്മയാണ്. ഈ അമ്മയ്ക്ക് അനുയോജ്യമായ ഒരു ലുക്ക് ഉണ്ടാക്കാനുള്ള ശ്രമം അതിൽ വിജയിക്കുകയും ചെയ്തതിന് അനത് അഭിനന്ദനം. ആ അമ്മയെ അത്രയും ശക്തമായിട്ട് അവതരിപ്പിച്ചിട്ട് വന്ന മകളെയും ബോഡി, ഓഫ് കോഴ്സ് അത് രണ്ടും വളരെ വ്യത്യസ്തമായ സാധനങ്ങൾ തന്നെയാണ്. ഫിസിക്കലി തന്നെ അതിൻ്റെ വ്യത്യാസങ്ങൾ കാണിക്കാൻ പറ്റി. പക്ഷേ അവിടെയും കൊണ്ട് നിൽക്കാതെ പുരുഷൻ വന്നതിൽ വളരെയധികം നല്ല പുരുഷത്വം തോന്നുന്ന കഥാപാത്രം, ഇത്രയും സാഡായിട്ടുള്ള രണ്ട് ക്യാരക്ടറിനെ ചെയ്തതിന് ശേഷം വന്നതും ഗംഭീരമായി. മനസ്സും ശരീരവും എല്ലാം ഒരുമിച്ച് പ്രവർത്തിക്കുന്ന ആ ഒരു പ്രക്രിയ, അതിൻ്റെ തുടക്കം സന്ധ്യയിൽ വന്നു കഴിഞ്ഞിട്ടുണ്ട്. അപ്പം കൂടുതൽ പോകുന്നതോടത്തോളം നമ്മളെ ഈ എപ്പിസോഡ്സ് ഇങ്ങനെ പോകുന്നതോടും നമുക്ക് മറ്റൊരു സന്ധ്യ പുറത്ത് കൊണ്ടുവരാൻ പറ്റുന്നുള്ള എനിക്ക് ഉറപ്പാണ്. തീർച്ചയായിട്ടും. സന്ധ്യയുടെ കയ്യിൽ നിന്ന് ഇങ്ങനെ ഒരു പെർഫോമൻസ് പ്രതീക്ഷിച്ചില്ല കേട്ടോ. സന്ധ്യ എന്നെ സംബന്ധിച്ചിടത്തോളം സന്ധ്യ ഇങ്ങനെ ഞാൻ വിചാരിച്ച ഒരു പാട്ടോ അല്ലെങ്കിൽ ഒരു കഥകളിയാണ് ഞാൻ പ്രതീക്ഷിച്ചത്. എത്രയും കൊല്ലം കഥകളി പഠിച്ചിട്ട് ഒരാൾ അത് ഇവിടെയെങ്കിലും കാണിക്കാതിരിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാലേ അതാണ് പ്രതീക്ഷിച്ചത്. പക്ഷേ അഗൈൻ ഐ എം റിയലി മൂവ്ഡ്. ഫുൾ ആദ്യം തന്നെ 100 out of 100 ആണ് മാർക്സ്. പിന്നെ കുറച്ച് കാര്യങ്ങൾ പറയാം. അതിലൊരു കാര്യം പറയാനുള്ളത്, മുരളി സാറ് പറഞ്ഞ പോലെ തന്നെ പൊടിക്ക് ഞാൻ നേരത്തെ ഒരു കണ്ടസ്റ്റൻറ്റും കൂടെ പറഞ്ഞാണ്, പൊടിക്ക് മെലോ ഡ്രാമ കൂടി 1%. ഇപ്പോൾ 1% കൂടി എന്ന് പറയുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഓഡിയൻസിൽ സംസാരിക്കുമ്പോഴോ അല്ലെങ്കിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോഴോ ഓഡിയൻസിൽ ആ അമ്മയുടെ വേദനയാണ് ഫസ്റ്റ് കയറേണ്ടത് മനസ്സിൽ. പിന്നെയാണ് സന്ധ്യ അത് പെർഫോം ചെയ്യുന്നു എന്ന് വരേണ്ടത്, ഇല്ലേ? ഇവിടെ അമ്മയുടെ വേദന കുറച്ചുകൂടി പഠിക്ക് താഴെയും പെർഫോമൻസ് അമ്മകളിൽ നിന്നത് അത് വോക്കൽ ഇത്തിരി കൂടുതലായിരുന്നു എന്ന് എനിക്ക് ഫീൽ ചെയ്തു. ശബ്ദ നിയന്ത്രണത്തിൽ വോക്കലാണ് ഇവിടെ കുറച്ചുകൂടെ പ്രോമിനൻസ് വന്നത്. ആ കരയുമ്പോഴും എല്ലാ ഇതിലും വോക്കൽ പ്രോമിനൻസ് ആണ് കൂടുതൽ ഫീൽ ചെയ്തിരുന്നത്. പക്ഷേ അഗെയിൻ അത് വോക്കൽ ആവണം, അതിൻ്റെ ഒപ്പം ബോഡി ലാംഗ്വേജും നന്നായിട്ട് നമ്മൾ മിണ്ടാതിരിക്കുമ്പോഴും നമ്മൾ ആൾക്കാരായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റണം എന്ന് പറയില്ലേ, അത് ക്യാരക്ടറിന് കഴിയണം. അത് സന്ധ്യയ്ക്ക് തീർച്ചയായിട്ടും കഴിയും. ബിക്കോസ് I'm like really moved seeing the performance. It was awesome. It was really good. ഞാൻ പറഞ്ഞോളാം. ഞാൻ പറഞ്ഞ കൈയും കെട്ടിയിരിക്കാതെ എന്തെങ്കിലും പറയാൻ തുടങ്ങിയ
അല്ല ഇത് ഇപ്പം ഞാൻ ആലോചിക്കുന്നത് എന്താ വെച്ചാൽ ഇപ്പോൾ സന്ധ്യ തന്നെ നേരത്തെ വന്നപ്പോൾ ഞാൻ ചോദിച്ചു സന്ധ്യ ഭയങ്കര പമ്മി ടൈപ്പാണ് എന്ന് ചോദിച്ചു. ഇപ്പോൾ സന്ധ്യ ഇത് ഈ പ്രോഗ്രാം ടെലികാസ്റ്റ് ചെയ്യുമ്പോൾ സന്ധ്യയുടെ അമ്മ പോലും അത്ഭുതപ്പെടും. അമ്മ ഇവിടെ ഉണ്ട്. ഉണ്ടോ? അത് ശരി. അമ്മയുടെ മകൾ തന്നെയല്ലേ ഇത്? എൻ്റെ അമ്മേ എന്തായിരുന്നു അല്ലേ? ഞാൻ തന്നെയാ സന്ധ്യയോട് പറഞ്ഞത് ഇങ്ങനെ സംസാരിക്കൂ. അമ്മ കരഞ്ഞോ? അമ്മ കരഞ്ഞാണോ ശബ്ദം? എന്തായാലും അസലായി. എനിക്ക് കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല ഇത്രയും ദിവസം. ഇന്ന് ഞാൻ കണ്ടിട്ടുള്ളൂ. വീട്ടിൽ വെച്ച് കളിക്കുമ്പോഴൊക്കെ കുട്ടിയെ നോക്കുക ഞാൻ അധികം കാണാൻ പറ്റാറില്ല. വിളിക്കുമ്പോൾ എനിക്ക് കുട്ടിയെ നോക്കണ്ടേ, അപ്പോൾ ചെയ്യണം എന്താന്ന് കാണാൻ പറ്റാറില്ല. ഇപ്പോഴാണ് ഞാൻ ശരിക്കും ഞാൻ തന്നെ അത് കരഞ്ഞു. അതാണ് ഏറ്റവും വലിയ അംഗീകാരം. എന്തായാലും നന്നായിരുന്നു, നന്നായിട്ട് പെർഫോം ചെയ്തു. എന്തായാലും വളരെ മനോഹരമായിരുന്നു. ഇനിയും ഇതിനേക്കാൾ ഈ പറഞ്ഞ ജഡ്ജസ് ഒക്കെ പറഞ്ഞ പോയിന്റ്സ് ഒക്കെ എന്താണ് റെക്ടിഫൈ ചെയ്ത് ഇതിനെക്കാട്ടിൽ മനോഹരമായ മനോഹരമായ പെർഫോമൻസ് വരും എപ്പിസോഡുകളിൽ നമ്മുടെ പ്രേക്ഷകർക്ക് കാണാൻ ഭാഗ്യമുണ്ടാകട്ടെ. എല്ലാവിധ ആശംസകളും. ഓൾ സക്സസ്. താങ്ക് യു.